ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരുപാടങ്ങ് അവരെ സ്നേഹിക്കും. അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം അത്രയ്ക്കും വലുതാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഒന്നുമില്ലായിരുന്നു എന്ന് കാലം തെളിയിച്ച് കാണിച്ചു തരും. ചില ബന്ധങ്ങൾ നിറയെ മഷിയുള്ള നേരത്ത് മുനയൊടിഞ്ഞ പേന പോലെയാണ്. നിന്റെ തീരുമാനങ്ങൾ നിന്റെ ശരിയായിരിക്കാം, പക്ഷേ യാഥാർത്ഥ്യം അതാണെന്ന് വാശി പിടിക്കരുത്. ഏത് പ്രതിസന്ധിയും ചിരിച്ചുകൊണ്ട് നേരിടുക. കാണുന്നവരെങ്കിലും കരുതട്ടെ നമ്മൾ ഹാപ്പിയാണെന്ന്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. കാരണം ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോകും. തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ പ്രതികാരമാണ് ഓരോ ചിരിയും. ഒരുപാട് പേരൊന്നും കൂടെ വേണമെന്നില്ല. നമ്മളില്ലാതെ പറ്റില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഒരാൾ മതി. അർത്ഥം പറഞ്ഞു തരാൻ ഒരാൾ അരികിലെത്തുന്നതുവരെ പ്രണയം ഒരു വാക്കു മാത്രമാണ്. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനോളം വേദനിക്കുന്ന ആരും വേറെ കാണില്ല. മൗനമാണ് ഞാൻ കേട്ട ഏറ്റവും ഭീകരമായ ശബ്ദം. ഒരാളൊന്ന് താഴ്ന്നു തരുമ്പോഴേക്കും നമ്മളൊക്കെ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് അവിടെ പരാജയപ്പെടുന്നത്. എല്ലാ സ്നേഹബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കാൻ മനസ്സുള്ള ചില മനുഷ്യരാണ്. അവർക്ക് വിജയമല്ല പ്രാധാന്യം, അവർ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹമാണ്. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, വിളിക്കാം, അല്ലെങ്കിൽ കാണാൻ വരാം. ഒരു ഹായ് പറയാൻ പറ്റാത്ത തരത്തിൽ ആരും തന്നെ തിരക്കിലല്ല. താല്പര്യമില്ലായ്മ ഉണ്ടാക്കുന്ന തിരക്കുകളാണ് കൂടുതലും. പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ആവശ്യത്തിലധികം എന്തുണ്ടോ അതെല്ലാം വിഷമാണ്. അത് അധികാരമാകാം, സമ്പത്താകാം, ആഗ്രഹങ്ങളാകാം, സ്നേഹമാകാം. ക്ഷമിക്കുന്നത് കീഴടക്കലോ തോൽവിയോ അല്ല, അത് പ്രശ്നപരിഹാരമാണ്. ദുർബലർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമ ശക്തരുടെ ആയുധമാണ്. സ്നേഹത്തെക്കാൾ മനസ്സിലാകും സ്നേഹക്കുറവ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നു എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. ശക്തരാണ് നിങ്ങൾ.